ജോൾസനെ സന്ദർശിച്ചതിന് ആരോപണ വിധേയനായ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ CPM-നുള്ളിൽ പടയൊരുങ്ങുന്നു. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ പി. ജയരാജനാണ് ഈ വിഷയത്തിൽ അതിശക്തമായ വിമർശനം ഉന്നയിച്ചത്. എം.വി. ഗോവിന്ദനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പി. ജയരാജന്റെ രൂക്ഷ വിമർശനം വെളിവാക്കുന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ ചേരിതിരിവുകളാണ്. ക്ഷേത്ര വഴിപാട് വിവാദത്തിൽ കുടുക്കി കോടിയേരി ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തിയതുപോലെ എം.വി. ഗോവിന്ദനെയും ആക്രമിക്കാനാണ് നീക്കം. എം.വി. ഗോവിന്ദൻ അടുത്തിടെ പയ്യന്നൂരിലെ പ്രശസ്ത ജ്യോത്സ്യനായ മാധവ പൊതുവാളിനെ സന്ദർശിച്ചതാണ് ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണം. ഇത് സംബന്ധിച്ച ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പാർട്ടിക്കുള്ളിലും ചർച്ചയായി. അതിനിടയിൽ കൂടിയ കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ പി. ജയരാജൻ രൂക്ഷമായി വിമർശനം അഴിച്ചുവിടുകയായിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കൾ ജ്യോത്സ്യന്മാരെ സന്ദർശിക്കുന്നത് പതിവാക്കുകയാണ്. ഇത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. എന്ത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി അണികൾക്കും സമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്തെന്നും പി. ജയരാജൻ ചോദിച്ചു. എം.വി. ഗോവിന്ദൻ CPM-ന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന ആരോപണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം കൂടി പി. ജയരാജൻ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത്. മുൻപ് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എം.വി. ഗോവിന്ദനുമായി പി. ജയരാജൻ ഇഴഞ്ഞു എന്ന തരത്തിലുള്ള ചർച്ചകളും പാർട്ടി അണികൾക്കുള്ളിൽ സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ നേതൃത്വം മുന്നിട്ടിറങ്ങാനാണ് സാധ്യത. തനിക്കെതിരെ വിമർശനം ഉയർന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെയാണ് പഴിചാരിയത്. വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷം പ്രതികരണം അന്വേഷിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മുൻ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പൂമൂടൽ വഴിപാടുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങളിൽ അകപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ശത്രു സംഹാര പൂജ നടത്തിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചതും ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു.